ബ്രസീലിലെ ക്രാറ്റോ രൂപതയിൽ രക്തസാക്ഷിത്വം വരിച്ച 13 വയസ്സുകാരിയായ ബെനിഗ്ന കാർഡോസോ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക്. ലൈംഗിക ഇംഗിതത്തിന് വഴങ്ങാതിരുന്ന ബെനിഗ്നയെ വെട്ടുകത്തി ഉപയോഗിച്ച് സഹപാഠി 1941 ഒക്ടോബർ 24 കൊലപ്പെടുത്തിയത്. ശുദ്ധതയുടെ നായിക എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബെനിഗ്നയുടെ നാമകരണ ചടങ്ങുകൾ 2022 ഒക്ടോബർ 24 ക്രാറ്റോയിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുമെന്ന് ക്രാറ്റോ രൂപത അധികൃതർ പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചു. ബ്രസീലിലെ സീറയിൽ ജോസ് കാർഡോസോ ഡാ സിൽവയുടെയും തെരേസ മരിയയുടെയും 4 മക്കളിൽ നാലാമതായി 1928 ഒക്ടോബർ 15 ബെനിഗ്ന ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ബെനിഗ്ന ക്രൈസ്തവ വിശ്വാസത്തിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലും സംബന്ധിക്കുന്നതിൽ തൽപരയായിരുന്നു. ബെനിഗ്നയ്ക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ സമപ്രായക്കാരനായ റൗൾ എന്ന വിളിപ്പേരുള്ള റെമോണ്ടോ ആൽവസ് റിബേരിയോ എന്ന കൗമാരക്കാരൻ ബെനിഗ്നയിൽ താൽപര്യം പ്രകടിപ്പിച്ചു തുടങ്ങി. എന്നാൽ തന്റെ വിശുദ്ധിക്ക് കളങ്കമേൽക്കാതിരിക്കാൻ ബെനിഗ്ന ചാരിത്രശുദ്ധി കാത്തുപാലിക്കാനുള്ള തന്റെ നിലപാട് നിർഭയം തുറന്നു പറഞ്ഞു. നിരന്തരമായ തിരസ്കരണം റൗളിനെ ചൊടിപ്പിച്ചിരുന്നു. റൗളിന് തന്നോടുള്ള സമീപനത്തെക്കുറിച്ച് ബെനിഗ്ന തന്റെ ഇടവക വികാരിയും ആത്മീയ പിതാവുമായ ഫാദർ ക്രിസ്ത്യാനോ കൊയ്ലോ റോഡിഗസിനോട് സംസാരിച്ചിരുന്നു. എന്തുവന്നാലും റൗളിനെ തടയണമെന്ന് അദ്ദേഹം ഉപദേശം നൽകുകയും ചെയ്തു. ബെനിഗ്നയ്ക്ക് 13 വയസ്സ് തികഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ബെനിഗ്ന വെള്ളമെടുക്കാൻ കുറച്ച് മീറ്ററുകൾ മാത്രം ദൂരമുള്ള വിജനമായ ഒരു സ്ഥലത്തേക്ക് പോയി. ബെനിഗ്നയുടെ ദിനചര്യകൾ കൃത്യമായി അറിയാമായിരുന്ന റൗൾ നേരത്തെ തന്നെ ആ സ്ഥലത്തെത്തി ഒളിച്ചിരുന്നു. ബെനിഗ്ന അടുത്തെത്തിയപ്പോൾ റൗൾ ചാടി വീണ് അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. അവൾ അപ്പോഴും തന്റെ വിശുദ്ധി കാത്തുപാലിക്കാനുള്ള നിലപാട് തുറന്നു പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ദേഷ്യം പൂണ്ട റൗൾ തന്റെ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് 4 തവണ കുത്തുകയും ബെനിഗ്ന ക്ഷണനേരം തന്നെ മരണപ്പെടുകയും ചെയ്തു. ഏറെ വൈകിയിട്ടും കാണാതായതിനാൽ ബെനിഗ്നയുടെ സഹോദരൻ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന ബെനിഗ്നയെ കാണുന്നത്. ഒക്ടോബർ 24 4 മണിയോടെയായിരുന്നു സംഭവം. ഒക്ടോബർ 25 ബെനിഗ്നയുടെ ശവസംസ്കാര ശുശ്രൂഷകൾക്കു ശേഷം ഫാദർ ക്രിസ്ത്യാനോ ബെനിഗ്നയുടെ ദേവാലയ സംബന്ധമായ രേഖകളിൽ ഇങ്ങനെ എഴുതി ചേർത്തു: അവൾ 1941 ഒക്ടോബർ 24 4 മണിക്ക് ഒയിറ്റയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു. ബെനിഗ്ന ഈ ഇടവകയ്ക്ക് മാറ്റങ്ങൾ കൊണ്ടുവരികയും ഇടവകയിലെ കുട്ടികളെയും കുടുംബങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ വിശുദ്ധയോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ബെനിഗ്നയുടെ മരണത്തിനു ശേഷമാണ് സീറ നിവാസികൾ അവളെക്കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയത്. തുടർന്ന് 2004 മുതൽ തീർത്ഥാടകർ എത്തിത്തുടങ്ങി. എല്ലാ വർഷവും ഒക്ടോബർ 15 മുതൽ 24 വരെയാണ് ഇവിടെ തീർത്ഥാടന സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നത്. സീറ പ്രവിശ്യയിലെ കലണ്ടറിലും ഈ തീർത്ഥാടനം 2019 മുതൽ ഇടം പിടിച്ചു. ബെനിഗ്നയുടെ രക്തസാക്ഷിത്വം ഫ്രാൻസിസ് പാപ്പ അംഗീകരിക്കുന്നത് 2019 ഒക്ടോബറിലാണ്. 2020 നാമകരണ ചടങ്ങുകൾ തീരുമാനിച്ചിരുന്നതെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതിനാലാണ് 2022 ഒക്ടോബർ 24 നീട്ടിയതെന്ന് ക്രാറ്റോ രൂപത പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.